കൂട്ടുകാരെ, ഏവർക്കും നമസ്കാരം. അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു യൂട്യൂബ് ചാനലാണ് NS4 വ്ളോഗ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ മാഞ്ഞാലിപ്പുഴയുടെ ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ കൊണ്ടിടാൻ വേണ്ടി വന്നതാണ് ഞാൻ. അപ്പോൾ നമുക്ക് ഇതിലൊക്കെ മീനെ കിട്ടുമോ നമുക്ക് നോക്കാം. വെറും ടൈം പാസ്സായിട്ട് ഇടുന്നതാണ്. അപ്പോൾ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നത് മാത്രമാണ്. അപ്പോൾ നമുക്ക് മാഞ്ഞാലിപ്പുഴയുടെ ഏകദേശം ഒരു ഭാഗം നമുക്ക് കാണാം. ഓക്കെ, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇതാണ് കൂട്ടുകാരെ മാഞ്ഞാലിപ്പുഴയുടെ ഒരു ഭാഗം. ഇതൊന്നല്ല, അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണിത്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, വേനൽക്കാലം ആയതുകൊണ്ട്. കഴിഞ്ഞ പ്രളയത്തിലൊക്കെ ഇതെല്ലാം മൂടിയിരുന്നു കേട്ടോ. ഈ ഭാഗങ്ങളൊക്കെ ഒരുപാട് വെള്ളത്തിന് അടിയിലായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ഇട്ട് നോക്കാം. അപ്പം ഞാൻ ഇന്നലെ വന്നപ്പോൾ ഇവിടുന്ന് ബ്രാല് പറഞ്ഞ മീനിനെ ഇവിടെ പിടിക്കുന്നത് കണ്ടു. അപ്പം നമ്മൾ അതേ സൈറ്റ് നോക്കി വന്നതാണ്. കിട്ടുമല്ലോ എന്നറിയില്ല. അപ്പോൾ നമുക്കൊന്ന് ചൂണ്ട ഇട്ട് നോക്കാം അല്ലേ. ഓക്കെ, കൂട്ടുകാരെ, നമുക്ക് പ്രതീക്ഷിച്ച മീനൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് 2 മീനെ കിട്ടിയിട്ടുള്ളൂ. അതിന് പകരം നമുക്ക് വേറൊരു ചേട്ടനായിട്ട് പരിചയപ്പെടാനും വീഡിയോ എടുക്കാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. മഞ്ഞക്കൂരി മാത്രമേ കിട്ടുള്ളൂ. മഞ്ഞക്കൂരി, കാരി, മൽമീൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ തീറ്റ എടുക്കാൻ കയറും. ഇതിപ്പോൾ ഇതിന് തീറ്റ എന്തായിട്ട് കൊടുക്കുക? കോഴിക്കോട് ഇന്നലെ നമ്മളെ പറ്റിച്ചിട്ട് പോയി. അതെ, ഇപ്പൊ കൂട്ടിക്കൂടെ ഇങ്ങോട്ട് കയറിയാൽ പോകാനുള്ള സാഹചര്യം ഇല്ല. പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല. എങ്ങനെ പോയില്ലേ? കംപ്ലീറ്റ് തീറ്റ കാലിയാക്കി. ഇതിൽ കെട്ടി വെക്കൂലേ? ഒരു ചെറിയ മഞ്ഞക്കൂരി ഉണ്ടായുള്ളൂ. അതല്ലേ. അപ്പൊ ഇന്നാണ് ഞാൻ കോഴിക്കോട്ടിൽ എടുക്കാൻ പോകാൻ പറ്റിയില്ല. ഒരു മരണാവശ്യം ഉണ്ടായി കോതമംഗലത്ത്. അപ്പൊ അതിന് പോയി. പിന്നെ ഇന്നലെ എടുത്തു കൊണ്ടുവന്നതിന് ബാക്കി കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. അതെടുത്ത് എന്നാൽ ഇവരെന്ന് നമുക്കൊന്ന് പറ്റിച്ച് നോക്കാമെന്ന് വെച്ചാൽ, ഞാൻ സാധാരണ ദിവസം ഇവിടുന്ന് വെച്ചിട്ട് കോലും കൊണ്ട് അങ്ങോട്ട് കുത്തി വയ്ക്കാറാ. അപ്പം എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, കോലും കൊണ്ട് കുത്തി വയ്ക്കുമ്പേ ഇവർ ഈ കൂട് ഇതുപോലെ നമ്മുടെ കറക്റ്റ് ഇതിലല്ലെങ്കിൽ ചരിഞ്ഞെടുക്കും. ചരിഞ്ഞെടുക്കുമ്പോൾ ഇവർക്ക് തിന്നുകൊണ്ട് ഇല്ല ഇതില്ലേ വാക്കൂടില്ലേ, വാക്കൂട് തുറന്നെടുക്കും. അപ്പം അവർ രക്ഷപ്പെടും. 3-3.5 കിലോ ഒരു ചേറാൻ ഒരു ദിവസം ഇവിടുന്ന് പിടിച്ചു വെച്ചിട്ടേ പുല്ലിന്ന് ഇങ്ങോട്ട് കയറാൻ ഈ ചണ്ടിയിലൊന്ന് കുടുങ്ങിപ്പോയി. എന്നിട്ട് ഞാനൊക്കെ കൂടി പിടിച്ചു വലിച്ചേരായി. കാരണം ചണ്ടിയിലൊന്ന് കുടുങ്ങിയ പിന്നെ വലിയ പണിയാണ്. അത് പിടിച്ചിട്ട് എന്താ വിൽക്കുകയാണോ അതോ സ്വന്തം ആവശ്യം? അവർ വിൽക്കും. അതല്ലേ, നല്ല പൈസ ഉണ്ടാവില്ലേ? കിലോ 400 കിട്ടും. 3 കിലോ 3.5 കിലോ ഇതിലിട്ടാ ബ്രാലിനെ കിട്ടില്ലേ? ഇല്ലേ, ബ്രാല് കയറില്ല. ബ്രാല് ഈ തീറ്റ എടുക്കൂല. അതെ, ബ്രാല് ജീവനുള്ള സാധനത്തിന് തന്നെയാണ്. പിന്നെ ഇവർ അബദ്ധത്തിലൊക്കെ എന്തിനെങ്കിലുമൊക്കെ ഓടിച്ച് കയറിയ അങ്ങനെ മാത്രമേ ബ്രാല് കയറുള്ളൂ. അല്ലാണ്ട് കയറില്ല അല്ലേ? അല്ലാണ്ട് കയറില്ല. ഈ കൂടെ അങ്ങനെ വെൽഡിങ് ചെയ്തിട്ടുണ്ടാക്കി? വെൽഡ് ചെയ്തത്. ഇവരകത്ത് കയറി പിന്നെ പുറത്തേക്ക് കയറാൻ കുറച്ച് പ്രയാസാവൂലേ? അവരകത്ത് കയറിയാൽ ഈ കൂട് ഇങ്ങനെ കറക്റ്റ്, ഇതാണ് ഇതിന്റെ പൊസിഷൻ. ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ ഇരിക്കുമ്പോ അവിടെ നിന്ന് ഇങ്ങനെ വന്നാ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റൂല. പറ്റില്ലല്ലേ? ആ സമയം ഇങ്ങനെ വന്നോ അല്ലെങ്കിൽ അങ്ങോട്ട് ചെരിഞ്ഞോ സാധനം
ആ വാക്കൂട് കണ്ട ആ ഇതില്ലേ കണ്ട ആ അതെ അതെ അതിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ചെരിയുമ്പോ ആ ആ ഭാഗം ഓപ്പണായി പോകും. ഓ ഓ ഓ അതാണ് സംഭവിക്കുന്നത്. ഞാനൊന്ന് ഇറങ്ങട്ടെ. ഓക്കെ ഓക്കെ. ഇതാണ് പ്രശ്നം. കാല് വെച്ചിട്ട് പോയതാ? അതിനെന്തെങ്കിലും വെച്ചേന്നോ? കോഴിപ്പാട് തീറ്റ ഉണ്ട്. ഒന്നും കയറിയിട്ടില്ലല്ലോ. ഒന്നും കയറിയില്ലല്ലേ? ഇല്ലല്ലേ. ആമക്കുഞ്ഞുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു മീനുണ്ട്. മീനാണോ? ഇതേത് മീന്? എവിടെയാ? ഇതാ ആ അതാ മഞ്ഞക്കുരി. മുത്തി മുത്തി. ഒരെണ്ണുള്ളൂ അല്ലേ? ഒരെണ്ണുള്ളൂ. നേരത്തെ കയറിയാണ് ചത്തിട്ടുണ്ട്. അതെ. അവച്ചങ്ങൾ ഉള്ളിൽ കയറി പിന്നെ ചാവൂലേ? ഉള്ളിൽ കയറി ചാവണത് ഇവർക്ക് വെള്ളത്തിൻ്റെ അടിയിൽ അധികം സമയം ശ്വാസം കിട്ടൂലല്ലോ. ഓക്സിജൻ. ഇവർ ഈ മീൻ മുകളിൽ വന്ന് നീർ കുടിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണല്ലോ. എവിടെയത്? ആ ചത്തിട്ടില്ല. ഇതിന്റെ മുത്തി മുത്തി മുത്തി. ആ അതൊരു ചൂണ്ടാണ് അല്ലേ? ഇത് ഈയക്കട്ട. ഇതിന്മേ ശരിക്കും കോഴിക്കോടലില്ലേ അത് കുത്തിയിട്ട് അങ്ങോട്ട് വലിച്ചെറിയും. എറിഞ്ഞ് കഴിയുമ്പോൾ മഞ്ഞക്കുരി. ഇപ്പം മഞ്ഞക്കുരിയുടെ സീസണല്ല, വല്ലപ്പോഴൊക്കെ ഒരെണ്ണം വരുള്ളൂ. കൊമ്പുള്ള സാധനം അമ്മ. ആ കൊമ്പ് കുളത്തേക്കാണ് കൈമ. കൈമലോ? ആ മഞ്ഞക്കൂരിയുടെ സൃഷ്ടി തന്നെയായിരുന്നില്ലേ? എന്താ ഇതിന്റെ പേരെന്താ? ചില്ലങ്കൂരി. ചില്ലങ്കൂരി. വേണ്ട ഏതെങ്കിലും കൈ. പിന്നെ കാരി, ചില്ലങ്കൂരി, മഞ്ഞക്കൂരിയൊക്കെ കുത്തി കുറേ സമയത്തേക്ക് ഭയങ്കര വേനയായിരിക്കും. അതല്ലേ? ഇതാ സൗണ്ട് കേട്ടാ കിരികിരി. അതാണ് ഇവരുടെ ദൈവല. ഇവരിതിൻ്റെ അടുത്തൊക്കെ വന്ന് തിന്നാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതുമ്മ ചിറ്റി, അതിന്റെ കൊമ്പ് ഇതുമ്മ ചിറ്റി കഴിഞ്ഞാൽ അതിനെ കൊടുക്കും. ഒരു കൊമ്പായിരിക്കണേ കുടുങ്ങിയിട്ട്. പിന്നെ അവന് പോകാൻ പറ്റില്ല അവിടുന്ന്.